ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കുന്ന ആ സമയത്ത് കിടുങ്ങി വിറച്ചപ്പുറത്തൊരു രാജ്യം ഇരിപ്പുണ്ടായിരുന്നു. ആ രാജ്യത്തിന്റെ പേരാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു സംഘർഷം ഇന്ത്യയിൽ ഇന്ത്യ ബംഗ്ലാദേശും തമ്മിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ചേട്ടാ. കാരണം കഴിഞ്ഞ ദിവസം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടുള്ള ട്രേഡ് ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി മുതൽ നിങ്ങൾ അതുവഴി ട്രേഡ് നടത്തണ്ട, നിങ്ങൾ സീ പോർട്ട് വഴി ട്രേഡ് നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വല്ലാതെ ഈ ബംഗ്ലാദേശിനെ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. ഈ ബംഗ്ലാദേശ് തന്നെ യുനെസ് തന്നെ ചൈനയിൽ പോയി വലിയ വായ്ത്താളം അടിക്കുന്ന നമ്മൾ കണ്ടു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ ഒരു അധീശത്വത്തിലാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഷെയ്ഖ് ഹസീന പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിളർത്തിയെടുക്കാനാണ് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയതെന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. അപ്പൊ ആ ഒരു ലൈനിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ്, ഈ ചിക്കൻ നെക്കിന് അടുത്ത് കിടക്കുന്ന ഒരു എയർബേസ് ചൈനയ്ക്ക് എഴുതി കൊടുക്കാൻ പോകുന്നു ബംഗ്ലാദേശ് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മ്യാൻമറിൽ ഒരു അമേരിക്കൻ വിമാനം പറന്നിറങ്ങിയിട്ടുണ്ട് അരക്കൻ ആർമിയെ സഹായിക്കാൻ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഈ അമേരിക്ക അവിടെ വിമാനം പറന്നിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് എക്സൈറ്റഡ് ആവുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ആയിട്ടുള്ള താല്പര്യമുണ്ട്. ഇപ്പോ ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അമേരിക്കയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല. ഭീകരവാദം ഉള്ളത് കൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, അത് വേറെ കാര്യം. വാഴ നനയുമ്പോൾ ചീരയും നനയുന്നത് പോലെ ഭീകരവാദം വളർന്നങ്ങ് പോവുകയാണ്. അപ്പോ ഈ ഒരു സംഭവം മ്യാൻമറിൽ ഈ അരക്കൻ ആർമിയെ സഹായിക്കാൻ ഈ അമേരിക്കൻ വിമാനം പറന്നിറങ്ങി എന്ന് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വരുന്ന നമ്മൾ പണ്ട് നടത്തിയ ഒരു ചർച്ച. ആ ചർച്ചയിൽ ഞാൻ ബിജുചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സെയിന്റ് മാർട്ടിൻ ദ്വീപ് ഇന്ത്യക്ക് തരാനുള്ള നീക്കങ്ങൾ, ആ ചർച്ചകൾ അരക്കൻ ആർമിയുമായിട്ട് നമ്മൾ ഗോയിങ് ഓൺ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചർച്ച നടത്തിയത്. നമുക്ക് വിശ്വസനീയമായിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. ആ സമയം ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഈ സെയിന്റ് മാർട്ടിൻ ദ്വീപ് അത് ഇപ്പോ ഇന്ത്യയുമായിട്ട് തരാനുള്ള ചർച്ച നടക്കുന്നു, അത് അമേരിക്കയ്ക്ക് വേണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. കോക്സ് ബസാറും സെയിന്റ് മാർട്ടിൻ ദ്വീപും ഇപ്പൊ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അമേരിക്കയ്ക്ക് വേണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോ ഞാൻ ചോദിച്ചു, ഇപ്പൊ അമേരിക്ക അത് ചോദിച്ചു കഴിഞ്ഞാലോ? അമേരിക്ക ചോദിച്ചാൽ ചിലപ്പോൾ അമേരിക്കയ്ക്ക് കൊടുക്കും. കാരണം ഇന്ത്യയെക്കാട്ടിലും അമേരിക്ക അരക്കൻ ആർമിയെ ബാക്ക് ചെയ്യുന്നതാണ് അരക്കൻ ആർമിക്ക് ശക്തമായിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോ അതിനൊക്കെ കൂടെ വേണ്ടിയാണോ അമേരിക്ക ഒരു കളിയാണോ അവിടെ കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്തായിരിക്കും അമേരിക്കയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം? ഇതിലേക്ക് വരും മുമ്പ് ഈ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർത്തിയിട്ടില്ലല്ലോ, അത് തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യ ഒരു വലിയ സൈനിക നീക്കം, ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. അതിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെയ് 8, 9, 10 തീയതികളിൽ തിസ്ത പ്രഹാർ എന്ന് പേരിട്ടുകൊണ്ട് ഒരു വലിയ സൈനിക അഭ്യാസം ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി, അതായത് ബംഗ്ലാദേശിൽ നടത്തുകയുണ്ടായി. ചെറിയ സൈനിക അഭ്യാസമല്ല. T-90 ടാങ്കുകൾ, പിനാകെ മിസൈലുകൾ, ഒപ്പം തന്നെ ഈ AI പ്രവർത്തിക്കുന്ന നായകൾ, കമ്പ്യൂട്ടർ റോബോട്ട് നായകൾ, അതുപോലെ തന്നെ അതിശക്തമായ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ, അതിശക്തമായ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ നടന്നു. അപ്പോൾ ഒരു രാജ്യത്തിന്റെ കരുത്താണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യം ആ ഒരു കരുത്തും ഭയന്നിട്ടുണ്ട് ലോകം. കാരണം പടിഞ്ഞാറൻ സൈഡിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പുരോഗമിക്കുന്നു. സെയിം ടൈമിൽ 8, 9, 10 തീയതികളിൽ നമ്മുടെ കിഴക്കൻ അതിർത്തിയിൽ പശ്ചിമ ബംഗാളിലെ തീസ്താർ ഫയറിംഗ് റേഞ്ചിലെ ഒരു വലിയ സൈനികാഭ്യാസമാണ് സർവ്വസന്നാഹങ്ങൾ. അതിനു മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. നമ്മുടെ കിഴക്കൻ അതിർത്തിയിൽ നമ്മുടെ സൈനിക വിന്യാസം കൂട്ടുന്നു, നമ്മുടെ ആയുധങ്ങൾ വരെ നീങ്ങുന്നു. അപ്പം ഇവിടെ അത് നടത്തുകയും ചെയ്തു. അതായത് ഒരേ സമയം, അതായത് ഇവിടെ നിന്ന് അടി വന്നാൽ, ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പടിഞ്ഞാറൻ ഭാഗം മാത്രമല്ല കിഴക്കും തകർക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് ഞങ്ങൾ സർവ്വസജ്ജമാണ് എന്നുള്ളതിന്റെ ആയിരുന്നു തീസ്ത പ്രഹാർ എന്ന് പറയുന്ന ഈ അഭ്യാസ പ്രകടനം നടന്നത്. അതൊരു വലിയ വാർത്ത തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ടെൻഷൻ അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകും. ഈ സമയം ഇന്ത്യയുടെ തീസ്ത പ്രഹാർ നടക്കുന്ന സമയത്ത് അമേരിക്കൻ വ്യോമസേനയുടെ 4 ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ബംഗ്ലാദേശിലെത്തി. അവരുടെ ലോജിസ്റ്റിക് ഡയറക്ടറായ തലവനായിട്ടുള്ള ടാനാലിൻ സ്ട്രെഡർ എന്ന് പറയുന്ന ആ തലവനടക്കം 4 വ്യോമസേന ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിൽ ധാക്കയിലെത്തുകയുണ്ടായി. ഈ ഒരു സമയത്ത് തന്നെ ഈ നമ്മുടെ ഈ സൈനിക അഭ്യാസം നടത്തുന്നതിനിടയിൽ, ചെറിയ സൈനിക അഭ്യാസമായിരുന്നില്ല. അതേസമയം തന്നെ ആണ് മറ്റൊരു വാർത്ത എത്തുന്നത്. മ്യാൻമാറിലേക്ക് രാഖൈൻ പ്രദേശത്തിന്റെ ഭരണം ഇപ്പോൾ നടത്തുന്നത് ഈ മ്യാൻമാറാണ്, ആ പ്രവിശ്യ ഭരിക്കുന്നത്. അവിടേക്ക് ഒരു അമേരിക്കൻ വിമാനം എത്തി. ഒരു ചരക്ക് വിമാനമാണ്. അതിൽ മ്യാൻമാറിലെ ഈ പറയുന്ന അരക്കൻ ആർമി സഹായിക്കാനുള്ള വെപ്പൺസ് ആയിരുന്നു എന്നാണ്
വാർത്ത പുറത്തു വരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ആദ്യമായിട്ട് ദക്ഷിണ ഏഷ്യയിലെ ഒരു സംഘർഷബാധിതമായ ഒരു പ്രദേശത്തേക്ക് അമേരിക്ക എൻട്രി ചെയ്യുകയാണ്. അതായത് ബംഗ്ലാദേശ് ആഭ്യന്തര കലാപത്തിന്റെ യുദ്ധത്തിന്റെ പിടിയിലാണ്. അതിനേക്കാൾ രൂക്ഷമായ ആഭ്യന്തര കലാപം യുദ്ധവും നടക്കുകയാണ് മ്യാൻമാറിൽ. ജുണ്ട വിഭാഗമാണ് ഭരണം നടത്തുന്നത്, ബാക്കി ഭരണം അരക്കൻ ആർമിയുടെ ഇരിക്കുന്നു. ഇതിന്റെ ഇടയിലേക്ക് അമേരിക്ക എൻട്രി ചെയ്യുന്നു. അമേരിക്ക നേരത്തെ എൻട്രി ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബംഗ്ലാദേശിനെ ബാക്ക് ചെയ്തുകൊണ്ടായിരുന്നു അമേരിക്ക വന്നിരുന്നത്. ഇപ്പൊ പക്ഷെ അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് അവിടെ എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനിടയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും വലിയൊരു നീക്കം നടക്കുന്നുണ്ട്. ഈ റോഹിംഗ്യകളെ നമ്മളിപ്പോൾ വലിയ രീതിയിൽ തന്നെ മ്യാൻമാറിലേക്കും ബംഗ്ലാദേശിലേക്കും ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീപ്പോർട്ട് നമുക്ക് അതിന് പറയാൻ കഴിയില്ല. ഇവരെ പിടികൂടി ഇവർ അനധികൃതമാണല്ലോ, ഇല്ലീഗലായിട്ടുള്ളവർ, അവരെ മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ ഇപ്പൊ സ്പീഡ് കൂടിയിട്ടുമുണ്ട്. അങ്ങനെ അത്യന്തം കലുഷിതമായി നിൽക്കുന്ന ഒരവസ്ഥ. ഒരു തീപ്പൊരി വീണാൽ ഏത് നിമിഷവും എവിടെയും അടിപൊട്ടാം, അതേ അവസ്ഥയിൽ നിൽക്കുന്നു. ഇവിടെ ചെറിയ രാജ്യങ്ങളല്ല. ഒന്ന് ചൈനയ്ക്ക് വലിയ താല്പര്യമുള്ള പ്രദേശങ്ങളാണ് അതൊക്കെ. അവിടേക്ക് അമേരിക്ക വരുന്നത് ചൈനയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. അതായത് ചൈനയുടെ മൂക്കിന് താഴേക്കാണ് അമേരിക്ക വരുന്നത്. അത് ചൈനയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് അവരുടെ കീഴിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായി തന്നെ ചൈന ഇടപെടും. ഇവിടെ ചൈനയും ഇന്ത്യയും കളിക്കുന്ന ഡബിൾ ഗെയിം ഉണ്ട്. അതിൽ ഇന്ത്യ ചെയ്യുന്ന പണി ഒരേ സമയം തന്നെ അരക്കൻ ആർമിയെ, അതേസമയം തന്നെ ജുണ്ട വിഭാഗത്തെ, അവരുടെ ഔദ്യോഗിക സൈന്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യം ജുണ്ടയുടെയാണ്. ജുണ്ടയെ നമ്മൾ സഹായിക്കുന്നുണ്ട്, ബാക്ക് ചെയ്യുന്നുണ്ട്. രണ്ടു കൂട്ടരും നമ്മൾ ചെയ്യുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെ ഇപ്പോൾ ചൈനയും തുടങ്ങിയിട്ടുണ്ട്. ചൈന ജുണ്ടയും മറ്റു അവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പിനെയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് കൂട്ടരിൽ ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അത് തന്നെയല്ല, ഇപ്പൊ ഈ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ അടിച്ചൊതുക്കാൻ കഴിയത്തുമില്ല. ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ ഒരു ജുണ്ട ഗ്രൂപ്പിന് എല്ലാവരും കൂടെ പിന്തുണ കൊടുത്തുകൊണ്ട് അരക്കൻ ആർമി അടിച്ചൊതുക്കുക എന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. കാരണം അവരെ അടിച്ചൊതുക്കുക എന്നുള്ള പ്രയാസകരമാണ്. കാരണം പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, മുമ്പുള്ളതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രദേശം അവന്മാരുടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ബലൂചിസ്ഥാനിലെ കാര്യം പറഞ്ഞു നടക്കാം, ഇത് അവരുടെ ഇരുന്നോട്ടെ, ഒരു തലവേദനയൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവരെയും ഹെൽപ്പ് ചെയ്യുന്നത്, ഇവരെ ഹെൽപ്പ് ചെയ്യുക, രണ്ടുകളും ചെയ്തു. ഇവിടേക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു എൻട്രി വരുന്നത്. ഇതിനെ ചൈന എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് യുഎസിന് ഏതാണ്ട് പണി തീരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഇവിടുന്ന് വരുന്നത്. കാരണം അവിടെ ഇപ്പോൾ സൈന്യം, കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിറ്റഗോങ്ങിൽ, അത് ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന ചിറ്റഗോങ് പ്രദേശത്ത്, ചിറ്റഗോങ് ജില്ലയിൽ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, ഒരു വലിയ പ്രക്ഷോഭം. അതായത് ചിറ്റഗോങ് സ്വതന്ത്രം ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇപ്പോൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവികൾ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, രാജ്യം അസ്ഥിരപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല, കയ്യും കെട്ടി നോക്കിയിരിക്കാൻ അനുവദിക്കില്ല എന്ന്. അതായത് പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള സൂചനയും വരുന്നുണ്ട്. കാരണം അവിടെ പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ബംഗ്ലാദേശിൽ പിടിമുറക്കുന്നു. ISISയുടെ ഒക്കെ കേന്ദ്രങ്ങൾ ഈ പറയുന്ന റോഹിംഗ്യകളുടെ ഇടയിലും മറ്റുമൊക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ടെറർ ഗ്രൂപ്പുകൾ അവിടെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ കുഴപ്പം, അത് ബംഗ്ലാദേശിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കും. അത് നന്നായി മനസ്സിലാക്കുന്ന ബംഗ്ലാദേശ് സൈന്യം യുഎസിനെ പുറത്തായിക്കൊണ്ട് ഭരണം പിടിക്കാൻ ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അതും പിന്നെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സൈന്യമായിട്ടൊരു ഭരണം പിടിച്ചെടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയുമായി അടുത്ത് നിൽക്കുന്ന ഒരു സൈനിക മേധാവിയാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിനെ ഈ ചൈന എങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് വേറൊരു പ്രശ്നം. കാരണം ഈ യുഎസിന്, കാരണം നമ്മൾ മുമ്പ് കേട്ടിരുന്നത് അങ്ങനെയാണ്, അവിടെ നടന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൊക്കെ ചൈന വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കിയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ, ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ. അപ്പൊ ഇനി അവരിതിനകത്ത് പിന്നെയും വരുമോ? ഏതായാലും യാദൃശികമാണോ എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും മുമ്പ് ഒരു രാജ്യമായിരുന്ന പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഒരു രാജ്യമായിരുന്നു. 1971 പുതിയ രാജ്യം ബംഗ്ലാദേശായിട്ട് രൂപപ്പെടുന്നത്. അപ്പോ ഒന്നായി ഇരുന്ന് അവർ രണ്ടായിട്ട് പിരിയുന്നു. അവരുടെ നാശവും ഒരേ കാലയളവിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ വർഷം തന്നെ തുടങ്ങുന്നു എന്നുള്ളതും ഒരു ഒരു യാദൃശികമായി സംഭവിക്കുന്നതാണെങ്കിൽ പോലും അതിനൊരു വലിയ സംഭവമുണ്ട്. കാരണം പാകിസ്ഥാൻ രൂപീകരിച്ചു, അവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കലാപവും പ്രക്ഷോഭം നടന്ന ആ പ്രദേശം ഏതാണ്ട് ഛിന്ന ഭിന്നമാകുന്നു ഈ ടെററുകളെ കൊണ്ട്. ഇതിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ബംഗ്ലാദേശും നീങ്ങുന്നു. രണ്ടും ഒരേ രാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്നവരാണ്. പക്ഷെ ഇപ്പോൾ രണ്ട് രാജ്യത്തും നടക്കുന്നത് സെയിം സാധനങ്ങളാണ്. ഇപ്പോൾ പാകിസ്ഥാൻ കൂടുതലായി ബംഗ്ലാദേശിൽ പിടിമുറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ അതിർത്തിയിലുള്ള ഈ ചിക്കൻ നെക്കിന് സമീപമുള്ള ഒരു വ്യോമത്താവളം, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തകർന്നു പോയൊരു വ്യോമത്താവളമാണ്. അത് പുനരുദ്ധരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടേക്കാണ് ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെത്തിയത്. പക്ഷെ ഇന്ത്യ ഭയപ്പെടുന്ന അതൊന്നുമല്ല. ഈ പറയുന്ന ചൈനയ്ക്കാണോ ഇതൊരു പാകിസ്ഥാൻ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമോ എന്നുള്ളതും ഇന്ത്യ ജാഗ്രതയോടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഒരു അതിവേഗ പാതയുടെ നിർമ്മാണം സ്പീഡാക്കിയിട്ടുണ്ട്. 167 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു പാത, അത് മണിപ്പൂര് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴി ആസാം വരെ എത്തും. ആസാമിൽ നിന്ന് പിന്നെ മ്യാൻമാറിലേക്ക് പോവുക, പിന്നെ അത്
മാരിടൈം ഷിപ്പിങ്ങിലേക്കുള്ള ഒരു പാതയായിട്ട് അത് മാറുകയാണ്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ സ്പീഡ് ആക്കിയിട്ടുണ്ട്. 22,000 കോടി രൂപയോട് ഇപ്പൊ പിന്നെ അനുവദിച്ചിട്ടുണ്ട്. 2030 അത് കംപ്ലീറ്റ് ആകുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിന്റെ ഇടയ്ക്കിടയ്ക്ക് മുഴക്കുന്ന ഗീർവാണം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളുടെ ഏക പ്രവേശന കവാടം എന്ന് പറഞ്ഞാൽ ചിക്കൻ നെക്കാണ്. ഞങ്ങൾ ഇതുവഴി വിടത്തില്ല, ഞങ്ങൾ കടലിലെ ശക്തിയാണ്, ഞങ്ങൾ ആരാന്നറിയാവുന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് പിന്നെ പ്രസക്തിയില്ല. കാരണം ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഒരു വലിയ റോഡാണ് പോകുന്നത്. അപ്പം ഇതിന് ബദലായിക്കൊണ്ട് മറ്റൊരു റോഡിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ റോഡൊക്കെ പണ്ടേ ഈ രാജ്യത്ത് വരേണ്ടതായിരുന്നു. വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ ഇവിടുത്തെ ഭരണാധികാരികൾ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ചൈനയുമായിട്ടൊരു ഉടക്കിന് പോകണ്ട എന്ന് കരുതി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നിന്ന് വലിയ MP മാരോ MLA മാരോ ഒന്നുമില്ല. കേന്ദ്രം ആര് ഭരിച്ചാലും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് വടക്കിഴക്ക് സംസ്ഥാനത്ത് കിടക്കുന്നത്. അങ്ങനെ ഒരു ധാരണ കോൺഗ്രസ് വെച്ച് പുലർത്തിയതാണ് ഇതിന് കാരണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ധൃതി പിടിച്ച് റോഡ് പണിയേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഈ റോഡെന്ന് പറയുമ്പോൾ എയർ സ്ട്രിപ്പുകൾ കൂടിയാണെന്ന് ആലോചിക്കണം. ഇപ്പം നമ്മുടെ രാജ്യത്ത് പണിയുന്ന എല്ലാ പ്രധാനപ്പെട്ട ഹൈവേകളും എയർ സ്ട്രിപ്പാണ്. അതായത് യുദ്ധവിമാനങ്ങൾക്ക് പറന്നിറങ്ങാനും പറന്നു പൊങ്ങാനും. നമ്മളത് കണ്ടതാണ്. ഈ പഹൽഗാമിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സൈനിക വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഗംഗ എക്സ്പ്രസ്സിൽ ഇവിടെ UP-യിൽ യുദ്ധവിമാനങ്ങൾ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്. അതായത് ശരിക്കും റോഡ് പണിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം വണ്ടി ഓടുന്ന റോഡായിട്ട് മാത്രം അതിനെ കാണരുത്, എയർ സ്ട്രിപ്പുകൾ തന്നെയാണത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം കൂടി വരുമ്പോൾ ഇന്ത്യ കുറച്ചുകൂടെ സേഫ് ആകുന്നു എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിന് പിന്നെ ഈ ഒരു ചെറിയ ഭീഷണി പോലും മുഴക്കാൻ ഇനി ഭാവിയിൽ പോലും കഴിയില്ല ഈ റോഡ് വന്നു കഴിഞ്ഞാൽ. ആ തരത്തിലേക്കാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ റോഡ് മ്യാൻമാറിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അരക്കൻ ആർമിയും പിണക്കാൻ കഴിയില്ല. അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയില്ല, അവരെ കൂടെ നിർത്തി കൂടെ വേണം. എന്നാലേ നമുക്ക് അതുവഴിയിട്ട് നമുക്കൊരു ഷിപ്പിങ്ങിന്റെ ഒരു റൂട്ട് ക്ലിയർ ചെയ്ത് കിട്ടത്തുള്ളൂ. ഇതാണ് പുതിയ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യ ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നെങ്കിൽ ഈ കിഴക്കൻ അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നത്. മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സംഭവം. ഒന്നും ബംഗ്ലാദേശ് വലിയ ആഭ്യന്തര സംഘർഷത്തിന്റെയും കലാപത്തിന്റെയും പിടിയിൽ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന അതിർത്തി രാജ്യമായ മ്യാൻമാർ അങ്ങനെ നിൽക്കുന്നു. ഇവിടെയുള്ള വിവിധ ഗ്രൂപ്പുകൾ ഒരിടത്ത് പട്ടാളം ഭരണം പിടിക്കാൻ നിൽക്കുന്നു, മറ്റൊരിടത്ത് അരക്കൻ ആർമി ഭരണം പിടിക്കാൻ നിൽക്കുന്നു. ഇതിനിടയിലേക്ക് അമേരിക്ക എൻട്രി ചെയ്യുന്നു. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ അമേരിക്കയ്ക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അമേരിക്ക എൻട്രി ചെയ്തു. എനിക്ക് തോന്നുന്നു അമേരിക്ക ഭയപ്പെടുത്തുന്നത് ബംഗ്ലാദേശ് കൈവിട്ട് പോയാൽ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാവും. കാരണം അവർ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ചൈനയ്ക്ക് ഒരു ബദല് വെക്കുക, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരു ചെക്ക് വെക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും അമേരിക്ക നടത്തുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു. ഈ അരക്കൻ ആർമിയെ സഹായിക്കാനാണോ വന്നത്, ഇല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്ന ബംഗ്ലാദേശിനെ ഹെൽപ്പ് ചെയ്യാനാണോ അമേരിക്ക വിമാനം എത്തിയതെന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ 1-2 ദിവസത്തിലേക്ക് ഒരു സ്ഥിരീകരണം വരാനും സാധ്യതയുണ്ട്. ഇപ്പം വാർത്ത അവിടുത്തെ ഈ ബംഗ്ലാദേശി ലോക്കൽ മാധ്യമങ്ങളാണ് ഇത് അരക്കൻ ആർമിയെ സഹായിക്കാനാണ് ഈ ആയുധങ്ങളുമായി അമേരിക്കൻ വിമാനം എത്തിയെന്ന് പറയുന്നത്. പക്ഷെ അതാകാൻ സാധ്യത ആണോ, അതോ ഇനി ബംഗ്ലാദേശിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? കാരണം ഇപ്പൊ ഈ പറയുന്ന ചിറ്റഗോങ്ങില് പ്രക്ഷോഭം, സ്വതന്ത്രമാകാനുള്ള പ്രക്ഷോഭം നടക്കും, അത് വലിയ കലാപമായി മാറാം. പട്ടാളം ഒരുപക്ഷെ ഭരണം പിടിച്ചിട്ട് കളർ നീക്കം നടത്തിയേക്കാം. ഇനി ഇന്ത്യ ചിലപ്പോൾ കയറി ഇതിന്റെ ഇടയ്ക്ക് ഒരു അറ്റാക്ക് നടത്താൻ സാധ്യത ഉണ്ടാകാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചൈന ഏത് നിമിഷവും അവിടത്തേക്ക് വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ഇതിന്റെ കണങ്ങി തെളിഞ്ഞൊരു പിക്ചർ ഒരുപക്ഷെ ഒരു 2 ദിവസത്തിനുള്ളിൽ ലോകത്തിന് മനസ്സിലാകുമായിരിക്കും. ഏതായാലും ഇപ്പൊ പടിഞ്ഞാറല്ല, പാകിസ്ഥാൻ അല്ല പ്രശ്നം. ഇപ്പോൾ പ്രശ്നം കൂടുതലായിട്ട് നിൽക്കുന്നത് കിഴക്കാണ്, ബംഗ്ലാദേശിന്റെ ആ ഭാഗത്താണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ വളരെ കാലമായിട്ട് യുദ്ധമൊന്നും വേണ്ട, സമാധാനത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന രാജ്യമാണ്. പക്ഷെ നമ്മളെ കിടത്തി ഉറക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചടിക്കല്ല, വേറെ മാർഗം നമുക്കില്ല. ആ ഒരു വഴിയിലേക്ക് ഇന്ത്യ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതും വെറും തിരിച്ചടിയല്ല. പണ്ടൊക്കെ നമ്മൾ ചെറിയ ചെറിയ തിരിച്ചടികൾ കൊടുത്തിട്ട് പോട്ടെ കുഴപ്പമില്ലാന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയല്ല, നമ്മൾ വലിയ ശക്തമായിട്ട് ഇതാണ്. നമ്മൾ ഇപ്പോഴും പറയുന്ന ഓപ്പറേഷൻ സിന്ധു നമ്മൾ നിർത്തിയിട്ടില്ല. താൽക്കാലികമായിട്ട് വെടിനിർത്തൽ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് വെടിനിർത്തൽ കരാറിലേക്കൊന്നും ആയിട്ടില്ല. ഒരു ചെറിയ രൂപരേഖ തയ്യാറായിക്കൊണ്ട് വെടിനിർത്തൽ, അത് ഏത് നിമിഷവും ദുർബലമാണ്, അത് പൊട്ടാം. ഇവിടെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമല്ല, ഒരേ സമയം തന്നെ ഇന്ത്യ പടിഞ്ഞാറും കിഴക്കും നടത്തിയ വലിയ നീക്കങ്ങൾ തന്നെയാണ്. ഒന്ന് ഈ പറയുന്ന തീസ്ത പ്രഹാരം, മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായിരുന്നു. ഇത് തന്നെയാണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ കരുത്തരാണ് എന്ന് തെളിയിച്ചിരിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. ചൈനയ്ക്കൊരു മുന്നറിയിപ്പാണ്, ബംഗ്ലാദേശിന് മുന്നറിയിപ്പാണ്. കാരണം ഒരേ സമയം തന്നെ ഞങ്ങൾക്ക് പടിഞ്ഞാറും കിഴക്കും ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക, ഒരു പ്രൂവ് ചെയ്യിക്കുക കൂടിയായിരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ പോലൊരു വലിയ രാജ്യം, നമ്മളെപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ പാകിസ്ഥാനിന്റെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് കൊണ്ട് കയറും, ചൈന ആ വഴി കയറും, മറ്റവർ ഈ വഴി കയറും എന്ന് പറയുന്നത്. ആ കയറും എന്ന് പറഞ്ഞവർക്ക് ഒരു വലിയ മറുപടിയാണ് ഇന്ത്യ കൊടുത്തത്. കാരണം ചെറിയൊരു സൈനിക അഭ്യാസം ആയിരുന്നില്ല,
നമ്മുടെ T-90 ടാങ്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും കരസേനയുടെ ഏറ്റവും അഭിമാനകരമായ ടാങ്ക്, അതേ പിനാക മിസൈൽസ്. എനിക്ക് തോന്നുന്നു അവന്മാർക്ക് പിനാക മിസൈൽ മതിയായിരിക്കും ബംഗ്ലാദേശിലേക്ക്, അതുകൊണ്ട് അവിടെ വെച്ചത്. ഇപ്പുറത്ത് ബ്രഹ്മോസും അവിടെ പിനാകയും ആയിരിക്കും. അതൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ്. അതായത് ഒരേ സമയം തന്നെ ഏതൊരിടത്തുനിന്ന് ആക്രമണം വന്നാലും നമ്മുടെ രാജ്യം സുശക്തമാണെന്നും സൈന്യം അത്രയും കപ്പാസിറ്റി ഉണ്ടെന്നും കൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്താണ്. അതായത് ഇപ്പൊ ഈ വാർത്ത 2 ദിവസമായി വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ ഈ ബംഗ്ലാദേശിന്റെ അവസ്ഥ പരിതാപകരമായി പോകുന്നു. നമുക്ക് റെസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഏതായാലും സൈന്യം ഇപ്പൊ വർദ്ധിത വീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് എവിടുന്ന് അടി വന്നാലും തീർത്തു കൊടുക്കുകയും ചെയ്യും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.